അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. അവസാനം 4 വർഷം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 10 വർഷമായി. അപ്പൊ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ 4 വർഷവും 11 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികം അദ്ദേഹത്തിന് മണ്ഡലത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവുക. ഈ ശബരിമല സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള CPM-ന് ഒരു വിശ്വാസിയും വോട്ട് കൊടുക്കില്ല. എങ്ങനെ കൊടുക്കാനാണ്? മാത്രമല്ല, അത് അക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ കോൺഗ്രസിനും പങ്കിട്ടു. അതുകൊണ്ടാണല്ലോ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, അതിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 15 വർഷം കോൺഗ്രസിന്റെ MLA, CPM-ന്റെ MLA, പാഴായ 15 വർഷം എന്നാണ് ജനങ്ങളിപ്പം പറയുന്നത്. അതുകൊണ്ട് വാഗ്ദാന ലംഘനമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, അവരെ തീവെട്ടിക്കൊള്ളയുണ്ട്, അഴിമതിയുണ്ട്. എല്ലാ കാര്യത്തിലും കേരളത്തിലും കാട്ടാക്കടയിലും ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും ജനങ്ങൾ മടുത്തു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാട്ടാക്കട മണ്ഡലത്തിലാണ്. തീപാറും പോരാട്ടം നടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് കാട്ടാക്കട മണ്ഡലം. നമുക്കറിയാം, ഇവിടെ 10 വർഷമായിട്ട് LDF തുടരുകയാണ്. ഇനി തുടരുമോ? മറ്റാരുണ്ട്? LDF അല്ലാതെ ആണോ? അതോ മാറാത്തത് മാറ്റി BJP വരുമോ? കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുമോ? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. എന്തായാലും കാട്ടാക്കട മണ്ഡലത്തിൽ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് BJP എന്ന് നമുക്ക് ചോദിക്കാം. കാട്ടാക്കടയിലെ BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് മലയാളി വാർത്തയോട് ചേരുകയാണ്. എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട് എന്ന് അദ്ദേഹം മലയാളി വാർത്തയോട് പങ്കുവയ്ക്കുകയാണ്. വീണ്ടും ഒരു അംഗത്തിനങ്ങ് ഇറങ്ങിയിരിക്കാൻ എത്രത്തോളം ഉണ്ട് വിജയ പ്രതീക്ഷ? തീർച്ചയായും രംഗത്ത് 100% വിജയ പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നത്തെ കാട്ടാക്കടയുടെ പൊതുവായ സാഹചര്യം BJP-ക്കും NDA-ക്കും അനുകൂലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ ജനങ്ങള് BJP, NDA ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരുന്നു. UDF-ഉം LDF-ഉം 2ഉം 3ഉം സ്ഥാനങ്ങളിലായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേ രീതിയായിരുന്നു ആവർത്തിച്ചത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തായിരുന്നു NDA, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 1ാം സ്ഥാനത്ത്. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും 1ാം സ്ഥാനത്ത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാട്ടാക്കടയിലെ ജനങ്ങൾ BJP, NDA 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ലോക്സഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സാഹചര്യം NDA-ക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ വിജയവിശ്വാസമുള്ള ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ കാട്ടാക്കട മണ്ഡലത്തിൽ IV സതീഷ് 10 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടോ? എങ്ങനെയുണ്ട് ഭരണം? ഇല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു. അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. അവസാനം 4 വർഷവും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 10 വർഷമായി. അപ്പൊ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ 4 വർഷവും 11 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികം അദ്ദേഹത്തിന് മണ്ഡലത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവുക. പിന്നെ അവസാനം തെരഞ്ഞെടുപ്പിന് അടുത്തുള്ള ഒരു 5-10 ദിവസം ഒരു ഉദ്ഘാടന മാമാങ്കായിരിക്കും. ഇപ്രാവശ്യം അത് തന്നെയാണ് നടന്നത്. 4 വർഷവും 11 മാസവും 10 ദിവസവും ഒരു വാഗ്ദാനങ്ങളും പാലിച്ചില്ല. അവസാനത്തെ ഒരു 10 ദിവസം ഏതാണ്ട് 51 ഉദ്ഘാടനങ്ങൾ നടത്തി. ഈ നിർമ്മാണ ഉദ്ഘാടനം അല്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ഉദ്ഘാടനമല്ല. ഇപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുക. ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കാട്ടാക്കടയിൽ ജനങ്ങൾ അവർ വിധി എഴുതാൻ പോവുക. ഞങ്ങൾ വിഡ്ഢികളല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് LDF-ഉം വേണ്ട, UDF-ഉം വേണ്ട, BJP, NDA മതി എന്ന തീരുമാനത്തിലേക്ക് അവരെത്താൻ വേണ്ടി പോവുക. ഇപ്പോൾ LDF-ന് ഒരു ഭരണവിരുദ്ധ വികാരം, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാനം ഒട്ടാകെ തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. കാട്ടാക്കടയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തിരിച്ചടിയാകുമോ LDF-ന്? സ്വാഭാവികമായും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ ശബരിമല സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള CPM-ന് ഒരു വിശ്വാസിയും വോട്ട് കൊടുക്കില്ല. എങ്ങനെ കൊടുക്കാനാണ്? മാത്രമല്ല, അത് അക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ കോൺഗ്രസിനും പങ്കിട്ടു. അതുകൊണ്ടാണല്ലോ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, അതിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ല. ഇവർ രണ്ടുപേരും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹം ഇത്തവണ NDA-ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. ഈ കേരളത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട. ഇപ്പൊ കാട്ടാക്കടയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. കാട്ടാക്കടയിൽ ആരുമായിട്ടാണ് ഡീല്? BJP-ക്ക് ആരുമായിട്ടാണ് ഡീല്? ഡീൽ എന്നുള്ളത് അവരുടെ അടിസ്ഥാനപരമായ ആരോപണമാണ്. ഡീലല്ല ഉണ്ടാകാൻ പോകുന്നത്, ലീഡ് ഉണ്ടാകാൻ പോകുന്നത്. BJP ഈ തെരഞ്ഞെടുപ്പ് നിരവധി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യും. അല്ല, അതിൽ ഓൾറെഡി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയല്ലോ.
6000 വോട്ടിന്റെ ലീഡാ BJPക്ക് NDAക്ക് ഈ മണ്ഡലത്തിൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനങ്ങൾ മടുത്തിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷം കോൺഗ്രസിന്റെ MLA, CPM-ന്റെ MLA, പാഴായ 15 വർഷം എന്നാണ് ജനങ്ങളിപ്പം പറയുന്നത്. അതുകൊണ്ട് വാഗ്ദാന ലംഘനമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, അവരെ തീവട്ടിക്കൊള്ളയുണ്ട്, അഴിമതിയുണ്ട്. എല്ലാ കാര്യത്തിലും കേരളത്തിലും കാട്ടാക്കടയിലും ഈ CPM-നെയും കോൺഗ്രസിനെയും ജനങ്ങൾ മടുത്തു. ഇനി അവര് ആ രണ്ട് സംഘടനയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. BJP-യെ സ്വീകരിക്കും, NDA സ്വീകരിക്കും. അത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമാണത്. പ്രധാനമന്ത്രിയുടെ വരവ് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടോ ഇടയ്ക്കിടെ? സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ വരവ് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം കൂടുമല്ലോ. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ വിജയത്തെ കൂടുതൽ സീറ്റുകൾ വിജയിക്കാനുള്ള കാരണമായിട്ട് മാറും. സ്വാഭാവികമായും പോസിറ്റീവാണ്. അവര് BJPക്കും NDAക്കും അനുകൂലമാണ്.